ചേച്ചി, എന്തിനാണെങ്കിലും പറ. പറ്റിച്ചേ, ഞാനൊന്ന് വിഷമിച്ച നീ എന്തിനു നോക്കിയതല്ലേ, അപ്പൊ സ്നേഹമുണ്ട്. മക്കളെ ഇങ്ങോട്ട് വാടാ. അച്ഛനല്ലേടാ? അച്ഛനാ? നമുക്ക് അച്ഛനൊന്നുമില്ല. അമ്മ കാണണ്ട, പൊയ്ക്കോ. ആരടാ അവിടെ? അതോ, അത് തോമസ് അങ്കിളാ. പോയോ? ഓ, എനിക്കൊന്ന് കാണണമായിരുന്നു. ഇനി വരാണെങ്കിൽ ഒന്ന് വിളിക്ക്. അവൾ എന്തിനാടാ കരഞ്ഞേ? ആ എനിക്കറിയില്ല. അല്ലെങ്കിൽ അവൾ വന്നാ പിന്നെ നിനക്കെന്നെ വേണ്ട. എന്തോ കള്ളത്തനുണ്ട്. എന്തു കള്ളത്തരം? കണ്ടുപിടിച്ചോളാം. ഓ, മുടിയന്നിന്റെ അച്ഛൻ വിഷ്ണു ഇവിടെ. വേതാളോ, നീ ചോദിച്ച വെള്ളത്തിന്റെ നാറ്റം മാറാൻ വേണ്ടി ആ സർവീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അല്ലടി, ആ കലിപ്പന് മുടിയൻ തോട്ടണമെന്ന് പറഞ്ഞു. ബാബർ ഷോപ്പൊക്കെ തുറന്നില്ലേ? നിനക്ക് പഠിക്കുമ്പോൾ മുതൽ അവന് ഇഷ്ടമാണെന്ന് നമുക്കറിയാം. പക്ഷെ നിന്റെ അമ്മയ്ക്ക് അവര് നിന്നെ കൊല്ലും. എന്താ അവിടെ നിൽക്കണേ? നിങ്ങൾ ഷൂട്ട് കഴിഞ്ഞില്ലേ? തോമസിങ്ങളെ അമ്മയൊന്ന് കാണുന്നു. ആ അമ്മേ, തോമസിങ്ങൾ വന്നോ? ടീച്ചറേ, ടീച്ചറേ, എന്ത് കാണണമെന്ന് പറഞ്ഞു? തോമസേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് ടീച്ചറേ? കയറി പോടിയകത്ത് വലിയൊരു കാര്യം പറയണത്ത് നിൽക്കാതെ. അയാൾ നേരത്തെ ഇവിടെ വന്നിരുന്നു. മോനോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. നീ അയാളെ കൂട്ടുകാരനല്ലേ? പറഞ്ഞൊന്ന് വിലക്കണം, ഇനി ഇങ്ങോട്ട് വരരുതെന്നു. ശരി, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. അവളൂടെ വന്നിട്ടുണ്ട്. അവക്കൊന്നും അറിഞ്ഞൂടാ, അതുകൊണ്ടാ. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇളയ മോള് വന്നിട്ടുണ്ടല്ലേ? ഉണ്ട്, ഇനി ഒരിടത്തും വിടുന്നില്ല. ശരി ടീച്ചറേ, ഞാൻ ഇറങ്ങട്ടാ. ശരി. ഡേയ്, നിർത്ത്. ഡേയ്, നിനക്കവിടെ അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടില്ലേ നീ എന്നെ വഴി ഇറക്കിയിട്ടിട്ട് വണ്ടി എടുത്തോണ്ട് പോയത്? എന്നിട്ട് പോയില്ലേ നീ? അതുകൊണ്ട് ഇപ്പം എന്തിനു പറ്റിയേ? ഒന്നും പറ്റിയൊന്നുമില്ല. മറ്റേ വണ്ടിയുടെ, നമ്മളെ വണ്ടിയോടെ താഴെ വെച്ച് പഞ്ചറായി പോയിടേ. ഇങ്ങനെയാണെങ്കിൽ വണ്ടി മാത്രമല്ല, മൊത്തത്തിൽ പഞ്ചറാണ്. എല്ലാ ലക്ഷണമുണ്ട്. നീ വണ്ടി എടു, നമുക്ക് സ്ഥലം എടങ്ങോട്ട് എട്. എന്തരടേ? അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. നീ നമ്മളെ വിളവരെ പോടേ. നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ വീട്ടിൽ ഇടിച്ചു കയറി പോകല്ലോ. നിന്റെ അച്ചി വീട്ടിൽ പോന്നു അറിഞ്ഞൂടാത്ത പോലെ കുറച്ചു നേരത്തെ തന്നെ വിളിപ്പിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു നിന്നെ ഈ മേലെ ഇനി ആ ഏരിയ കണ്ടു കഴിഞ്ഞാൽ നിന്റെ കൈനെ കാലം അടിച്ചു കൊടുക്കുമെന്ന് പറയാൻ പറഞ്ഞു. ഏയ്, നിനക്കറിയാമോ, അവക്ക് എന്നെ വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ മക്കള് ആ ഇളയങ്ങളെ ഒന്നും എടുത്തിട്ട് പോലും ഇല്ലടാ ഞാൻ. നീ കാണിച്ച് തിണ്ടിത്തരല്ലേടേ. അവരായോണ്ട് വേറെ വല്ലതാണെങ്കിൽ എന്നേ ഡൈവേഴ്സ് ചെയ്തേനു. ഇത്രയും വർഷം. ഡേയ്, അവക്ക് എന്നെ വേണ്ടെങ്കിൽ വേണ്ടടേ. പക്ഷെ മക്കൾക്ക് സ്വത്ത് വേണമെന്ന് അവൾക്കറിയാം. അത് പിന്നെ 3 പേർക്കും കൂടെ ഉള്ളത് തന്നെ. ഡേ നിർത്തടേ, എന്തരുത്. ഡേയ്, ആ ഇളയ പെണ്ണ് വന്നിട്ടുണ്ട് കേട്ടാ. ഇനി തിരിച്ചയക്കില്ലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഡേയ്, എനിക്ക് നമ്മളോട് സംസാരിക്കണോടെ. എൻ്റെ മോളോട് ബെസ്റ്റ് ആച്ചായിരിക്കും. ആ പൊട്ടാണ്ടല്ല ഞാൻ നെഞ്ചി കയറുന്ന പൊങ്കാല ഇടും. ഡേയ്, ഇനി അതേ ഉള്ളൂടെ ഒരു വഴി, അല്ലാതെ വേറെ ഒന്നുമില്ല. ചാട്. ഡേയ്, സംഭവം ഞാൻ റെഡിയാക്കി തരാം. നീ ഒരു കാര്യം ചെയ്, ഏതെങ്കിലും ആപ്പ് കിട്ടിയമാരെ വിളിച്ചിട്ട് നീ ഒരു സാധനമായി എങ്കിൽ ഇതുപോലെ കുരുട്ടി ബുദ്ധികൾ ചെയ്യാനുള്ള ബുദ്ധി കിട്ടുള്ളൂ. എന്തോ നോക്കാൻ വാങ്ങിക്കുമെന്നാ വാങ്ങിക്കൂലെന്നാ? ഡേ, എടുക്കൂലെന്നാ? ഡേയ്, എന്ത് വേണോ ചെയ്തു തരാം. എനിക്ക് ഒരു ദിവസം എൻ്റെ മക്കളുടെ ആ വീട്ടിൽ താമസിക്കണം. പറ്റുമോ? ഞാൻ പറഞ്ഞില്ലടേ ശരിയാക്കി തരാമെന്ന്. ഡേയ്, ആ മൂത്ത കൊച്ച് നിന്റെ തന്നെയാടേ. വായി തോന്നണം പറഞ്ഞോണ്ടല്ലോ, അടിച്ചിൻ്റെ ഷേപ്പ് മാറ്റിക്കളയും. അടങ്ങടങ്ങടേ, നിനക്ക് നാട്ടിലുള്ളവരെല്ലാവരും നിനക്കളക്കല്ലേ. നിന്നെ നടന്നപ്പോൾ നിനക്ക് സഹിക്കണില്ലേ? അത് വിട്, നീ സാധനം എടുക്കാൻ പറ. ചേട്ടത്തി എന്ത് ചെയ്യണേ? സിനിമ കാണണല്ല, ജോലി ചെയ്യുന്നതാ. ഇതിൽ കൂടി ജോലി ചെയ്യാനൊക്കെ പറ്റുമോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ പഠിക്കണമെങ്കിലും പഠിപ്പിക്കണമെങ്കിലും ഇതേ പറ്റൂ. ജയമേ, ഞാൻ പുറത്തോട്ടൊന്ന് പോയിട്ട് വരാം. നീ ഒറ്റയ്ക്ക് പോണ്ട. നന്ദു, എന്തരോ ചിച്ചാ?
നീയും കൂടി ചേച്ചിട്ട് പോയിട്ടാ മോൾ ഒറ്റയ്ക്കല്ലേ. എവിടെ പോവാൻ? എന്നെ കൊണ്ടൊന്നും വയ്യ. ജയമേ, വാസുമാമന്റെ വീട് താഴെ എങ്ങാണ്ടോ അയ്യോ, ഞാൻ വരാം. ഞാൻ ഒന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ഡ്രസ്സൊന്നും മാറ്റണ്ട, നീ ഇവിടെ പോയിട്ടോ. വാസുവിൻ്റെ വീട് നീ എന്തിനു ചോദിച്ചേ? ആ അത് ജയമേ, ആ മാമന്റെ മോള് അവളെയും കൂടി വിളിക്കാൻ വിചാരിച്ചു. ഇവിടെ തന്നെ താഴെ ഞാൻ കാണിച്ചു തരാം. നന്ദ് കാണിച്ചു തരും. നന്ദു വാ പോവാം. എടി വീപ്പക്കുറ്റി, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ട് വരട്ടെ, കാണിച്ചു തരാം. പാടി. നീ എന്തിനാണ് എപ്പോഴും ചേച്ചിയുടെ ഗുസ്തി പിടിക്കണേ? അമ്മയെ പോലെ തന്നെ ചുന്ദരിയാവളും. ഞാൻ പേടിച്ച്. എന്തിന്? അല്ല, ചേച്ചിയാണെങ്കിൽ വാസുമാമന്റെ വീട്. വീട്? അല്ല, വീട് അതാണെന്ന് പറയായിരുന്നു. ആ കുട്ടിയുടെ പേര് മറന്നോയല്ലോ. ദേവി. ആ ദേവി ദേവി ദേവി. എടാ, മാമൻ ഇവിടെ ഉണ്ട്. നമ്മൾ നടക്കാൻ ഇറങ്ങിയതാ, നീ വരുന്നോ? അച്ഛനോട് ചോദിച്ചിട്ട് വരാം. എന്താ മോളെ? മാമ, ഞങ്ങളൊന്ന് ഇവിടെയൊക്കെ കാണാൻ ഇറങ്ങിയതാ. ദേവി കൂടെ വിടുവോ? മോള് പോണാ? സൂക്ഷിച്ച് പോണേ. ശരി അച്ഛാ. എടാ ചെറുക്ക, ഒരെണ്ണം ചറക്കി വീഴരുത്. ഞാൻ നോക്കിക്കോളാം മാമ. ചേച്ചി ഒന്ന് പ്ലീസ് പ്ലീസ് ചേച്ചി. ചേച്ചി എടാ, കൂടുതൽ ഒലിപ്പിക്കല്ലേ. ഇവരെന്തിനാ ഇങ്ങോട്ട് പോണത്? മറ്റവള് വേണം. നോക്കാടെ. ചെമ്പട്ടുടുത്തവളെ, ചെഞ്ചുണ്ടിൽ പുഞ്ചിരി തൂകിയവളെ, കാളിയല്ല കിളി. അരവിന്ദ ചേട്ടൻ വന്നില്ലേ ചേട്ടാ? ഇല്ല. ഡേയ് നീങ്ങ വാ. ഞാനാ? നീ നീങ്ങ വാ. ഡേയ്, ആരുടെ ഇത്? ഇതിനുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ പറയാം ചേട്ടാ, എന്റെ പേര് രുക്മിണി. വീട്ടിൽ രുക്കുന്ന് വിളിക്കും. ബാംഗ്ലൂർ പഠിക്കായിരുന്നു. ലോക്ക്ഡൌൺ ആയപ്പോ നാട്ടിലോട്ട് വന്നതാ. ഇവന്റെ ഇളയമ്മയുടെ മകളാ. നീ എന്തിനാ അരവിന്ദനെ കേട്ടാ? അതാ ചേട്ടന്റെ അമ്മ ഇപ്പോഴല്ലേ മരിച്ചേ? ഇതുവരെ വന്നില്ലേന്നറിയാൻ ചോദിച്ചറിഞ്ഞ്. ആ, അവൻ വന്നിട്ടുണ്ട്. അവ ഇപ്പൊ ഇവിടെ വരും. നന്ദു വാ പോവാം. എന്താ ചേച്ചി? ഡേയ്, ഇനി ഇവിടെ ഇരുന്ന ശരിയാവൂല. വാ പോവാം. വേണ്ട, ഇപ്പൊ അങ്ങോട്ട് ശരിയാവില്ല. വാ, ഇത് ശരിയാണ്. ഇപ്പൊ എല്ലാരും കൂടി അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. അങ്ങോട്ട് പോടേ. അണ്ണോ, ആ ഇതാര് തോട്ടയാ? നീയാണേ എപ്പ കെട്ടിയാർത്തത്? ഞാൻ ഇപ്പൊ ഒന്നുള്ളൂ അണ്ണാ. അതുകൊണ്ട് അതാരാ അങ്ങോട്ട് ഓടിയത്? ആര്? ഒരു പെണ്ണ്. ഇതിനുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ചുമ്മാ അല്ല, അങ്ങേരെ അടിക്കാൻ വന്നത്. പാവം, വല്ലതും പറ്റിയാവുന്നത്. ഓടാ പോയി ക്യാരക്കൊടു. പൊട്ട നിന്നെ എടുത്ത് ഉടുക്കും. അവിടെ ഉരലൊക്കെ തോന്നില്ലേ? സാധനം എല്ലാം കൊണ്ടുവന്ന കൊണ്ടുവന്ന്. നിങ്ങൾ നമ്മളെയൊന്നും കൊണ്ടൂലല്ലോ. അങ്ങനെ പറഞ്ഞാ കൊന്നുകളാ ഞാൻ. ഡേയ്, വളർന്നത് എങ്ങോട്ട് പോണത്? കാവറകളെ, എന്താണ് ഇവിടെ പ്രശ്നം? ആ പിള്ളേരെന്തിനാ ഓടിപ്പോയേ? ഒന്നുമില്ല മാമ, പിള്ളേര് വെറുതെ വന്നു. മാമന്റെ മോളും കൂടെ ഉണ്ടായിരുന്നു. അരവിന്ദനെ ചോദിച്ചു. അവൻ വരും പറഞ്ഞപ്പോ അവരങ്ങോടി. അല്ലാതെ നമുക്കൊന്നും അറിഞ്ഞൂടാ മാമ. നിനക്കാൽ പിളക്കം കൂടുന്നുണ്ട്. ആ പൊട്ടണ്ടായിട്ട് ചാവരുത്. നമ്മള് പോട്ടാ മാമ. ആ പോട്. ഡേയ്, അവിടെ നില്ലേ? എന്നല്ലടെ അന്ന് അവിടെ പാറൊക്കെ തുറന്നില്ലേടെ? ഒന്നും കൊണ്ടുവന്നില്ലേ? വാശിയണിച്ചിട്ട് 5-6 ദിവസമായി. നേരെ ഒന്ന് ഇരുട്ടിട്ട് മാമാ, നമ്മൾ വിളിക്കാം. ആ കാടിയായാലും മൂടി കുടിക്കണമെന്നല്ലേ? വിളിക്കുമായിരിക്കും. നമുക്കൊണ്ടൊരു വിവരം. ജാപ്പ് കോപ്പ് മൊത്തത്തിലൊരു താപ്പ്.